ഇന്ത്യയിൽ തട്ടിപ്പ് നടത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിൽ ഒരാൾ കൂടി. പുള്ളിക്കാരന്റെ പേരൊക്കെ കിടിലമാണ്. ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം. പുള്ളിക്കാരൻ ആരായിരുന്നു എന്ന് ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയാം. അതെ, പുള്ളിക്കാരനായിരുന്നു അൽ മുക്താദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ജ്വല്ലറി ഗ്രൂപ്പിന്റെ MD. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം രാജ്യം വിട്ടിരിക്കുകയാണ്. ലണ്ടനിലേക്കാണ് അദ്ദേഹം കുടിയേറിയിരിക്കുന്നത്. ലണ്ടനിൽ ക്രിമിനലുകൾ കുടിയേറാൻ ഒരു കാരണമുണ്ട്. ലണ്ടനിലും ഇന്ത്യയുമായിട്ട് കുറ്റവാളികളെ കൈമാറാനുള്ള നിയമം ഒപ്പുവെച്ചിട്ടില്ല. അതിനാൽ തന്നെ എല്ലാവർക്കും സേഫ് ആയിട്ടൊക്കെ ലണ്ടനിൽ താമസിക്കാം. വിജയ് മല്യയൊക്കെ ഇപ്പോഴും താമസിക്കുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സമൂഹത്തെ മുഴുവൻ തട്ടിച്ച കഥ. ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്ലാം സമുദായത്തെ തന്നെ ഒന്നായിട്ട് വിഴുങ്ങാമെന്ന ഒരു ഭീകരൻ ആയിരുന്നു അൽ മുക്താദർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ മുതലാളിയായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി. ഏകദേശം ഇദ്ദേഹം 3-4 വർഷം മുമ്പ് കേരളത്തിൽ ഒരു സ്വർണ്ണക്കട സ്ഥാപിച്ചു. സ്വർണ്ണക്കടയുടെ പേര് പടച്ചോന്റെ വിശുദ്ധ നാമങ്ങളിൽ ഒന്നായ അൽ മുക്താദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി പതുക്കെ പതുക്കെ പുള്ളിക്കാരൻ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. ഇന്ത്യൻ നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം നിക്ഷേപം സ്വീകരിക്കാൻ തുടങ്ങിയത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇദ്ദേഹം അങ്ങ് വളർന്ന് പന്തലിച്ചു. നിക്ഷേപം എങ്ങനെയായിരുന്നല്ലേ? ഏകദേശം 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 2500 രൂപ മാസം പലിശ. പലിശ എന്ന് പറയാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ. ഇദ്ദേഹം പറയുന്നത് പലിശ ഹറാമായിരുന്നു. എന്റെ സ്ഥാപനത്തിൽ നിന്നുള്ള ലാഭവിഹിതമാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് 2500 രൂപ ലാഭവിഹിതം. ഇന്ത്യയിൽ ഒരു ബാങ്കുകൾ പോലും കൊടുക്കുന്നില്ല ആ ലാഭവിഹിതം. എന്തായാലും കുറെ ആൾക്കാർ കള്ളപ്പണം വെളുപ്പിക്കാനും കുറേയധികം ആൾക്കാർ തങ്ങൾ ഗൾഫുകളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും കിടന്ന് പട്ടിപ്പടിയെടുത്ത പൈസയും പിന്നെ ചിലർ പാരമ്പര്യ സ്വത്തുകളും സ്വർണങ്ങളും എല്ലാം കൊണ്ടുചെന്നങ്ങ് നിക്ഷേപിച്ചു. അങ്ങനെയും കുറെ കാലയളവ് കൊണ്ട് നിക്ഷേപം കിടന്നങ്ങ് വർദ്ധിച്ചു. ഏകദേശം 1500 കോടി രൂപ അടുപ്പിച്ചുള്ള മൂല്യം എത്തിയപ്പോൾ പുള്ളിക്കാരൻ പതുക്കനെ ഉടായ്പ നമ്പറുകൾ ഇറക്കി തുടങ്ങി. തന്നെ പുള്ളിക്കാരൻ ഒരു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് അങ്ങ് ക്ഷണിച്ചു വരുത്തി. അതായത് ഇൻകം ടാക്സ് വകുപ്പിന്റെ റെയ്ഡ് ക്ഷണിച്ചു വരുത്തിയതാണെന്നൊക്കെ നമ്മൾക്കറിയാം. ആ ഒരു ഡയലോഗ് ഉണ്ട്. ക്ഷണിച്ചു വരുത്തിയപ്പോൾ പുള്ളിക്കാരന്റെ സ്ഥാപനത്തിൽ നിന്നും ക്രമക്കേടായിട്ടുള്ള വളരെയധികം രേഖകളും കുറച്ചധികം പൈസ നിക്ഷേപിച്ചതിന്റെ വിവരങ്ങളും ഇൻകം ടാക്സ് അങ്ങ് പിടിച്ചെടുത്തു. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോഴും പറയുന്നത്, അതായത് റെയ്ഡ് നടന്ന 6 മാസം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഇപ്പോഴും പറയുന്നത്, എന്റെ സ്ഥാപനത്തിൽ നിന്നും ഒന്നും പിടിച്ചെടുത്തിട്ടില്ല, എന്റെ സ്ഥാപനത്തിൽ നിന്നും അനധികൃതമായിട്ട് ഒരു രേഖയും കിട്ടിയിട്ടില്ല, ഞാൻ വളരെയധികം നിയമപരമായിട്ടാണ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 1 ലക്ഷം രൂപയ്ക്ക് 2500 രൂപ പലിശ അതവിടെ നിൽക്കട്ടെ. ഈ 1 ലക്ഷം രൂപ നിക്ഷേപം സ്വീകരിക്കാൻ ആര് പറഞ്ഞു? സ്വർണ്ണക്കടകളിൽ നിക്ഷേപം സ്വീകരിക്കാൻ സാധിക്കുമോ? സ്വർണ്ണ ചിട്ടിയായിട്ട് നിക്ഷേപം സ്വീകരിക്കാം, ഗോൾഡ് സ്കീമുകളായിട്ട് അഡ്വാൻസ് ആയിട്ട് നിക്ഷേപം സ്വീകരിക്കാം. പുള്ളിക്കാരൻ നിക്ഷേപം സ്വീകരിച്ച് ബോണ്ട് ഒപ്പിട്ട് കൊടുത്തത് ഇതൊന്നുമല്ല. എന്റെ സ്ഥാപനത്തിലെ പാർട്ണറാണ് നിങ്ങൾ. ഈ സ്ഥാപനത്തിൽ ലാഭമോ നഷ്ടമോ വന്നാൽ നമ്മൾ ഒരുമിച്ച് നേരിടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ബോണ്ട് എഴുതി കൊടുത്തത്. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ ചർച്ച ചെയ്തത്. പുള്ളിക്കാരൻ എഴുതി കൊടുത്ത ബോണ്ടിൽ അറിയാതെ എല്ലാവരും ഒപ്പിട്ട് കൊടുത്തപ്പോൾ എന്താണ്, അവർ തന്നെ സ്വയം അഡ്മിറ്റ് ചെയ്തു. കാരണം ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ എനിക്ക് നഷ്ടം സംഭവിച്ചു, അതിനാൽ തന്നെ എനിക്ക് ആർക്കും നിക്ഷേപങ്ങൾ തിരികെ തരാൻ സാധിക്കത്തില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അദ്ദേഹം വളച്ചൊടിച്ചു. അങ്ങനെ പതുക്കെ കേരളത്തിൽ ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. മെയിനായിട്ടും കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട്, കൊച്ചി തുടങ്ങിയ അവരുടെ ഷോറൂമുകൾക്ക് മുന്നിൽ പ്രതിഷേധം തുടങ്ങിയ ആൾക്കാർ. ഞങ്ങളുടെ പൈസ തന്നേ പറ്റൂ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അത് നിങ്ങൾക്ക് തന്നേ പറ്റൂ എന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പതുക്കെ ഷോറൂമുകൾ തുറക്കാറായി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇൻകം ടാക്സ് റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഷോറൂമുകളൊന്നും തുറന്നിട്ടില്ല. ഷട്ടറൊക്കെ പൊക്കി വെച്ചിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളായിരുന്നു, ആൾക്കാരെ കണ്ണിൽ പൊടിയിടാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് മാസാമാസം വന്നിരുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ, ഞങ്ങൾ തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല, മറ്റു ജ്വല്ലറികൾ ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു, ഞങ്ങൾക്കെതിരെ കുപ്രചാരണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. പുള്ളിക്കാരൻ മുമ്പ് ഒരു ഡയലോഗ് അടിച്ചിരുന്നു, ജൂൺ 1 കേരളത്തിലെ എല്ലാ ഷോറൂമുകളും തുറന്നു പ്രവർത്തിക്കുന്നു. എവിടെ തുറന്നു? ഒരു ഷട്ടറെങ്കിലും തുറന്നിട്ടുണ്ടോ? ഒരു ഷട്ടർ തുറക്കാൻ നേരത്തെ ആൾക്കാർ ഓടി വരും, ഞങ്ങളുടെ പൈസ താടാ കള്ള ഹിമാറ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നീ ആർക്കെങ്കിലും പൈസ കൊടുത്തോ മോനെ? നീ ഏത് കാറ്റിലാണ് ഒളിച്ചിരിക്കുന്നത്? അങ്ങ് ലണ്ടനിൽ പോയി ഒളിച്ചിരുന്നാൽ നിന്നെ പിടിക്കാൻ സാധിക്കത്തില്ലെന്ന് കഴിഞ്ഞു. നിന്റെ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ നീ നാട്ടിൽ ലാൻഡ് ചെയ്യുന്ന വേളയിൽ തന്നെ തൂക്കത്തില്ലേ കേരള പോലീസ്. എന്തെങ്കിലും അത്യാവശ്യം ഉമ്മയ്ക്കോ ബാപ്പയ്ക്കോ എന്തെങ്കിലും വയ്യാതെ വരികയാണെങ്കിൽ നിനക്കൊന്ന് കാണണ്ടേ ഒരു നോക്ക്. ആ ഒരു വേളയിൽ താനിങ്ങനെ ലണ്ടനിൽ പോയി കിടന്നാൽ എന്തുണ്ടാക്കാനാണ്? മാന്യമര്യാദയൊക്കെ ആയിട്ട് വന്നു നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ സുഹൃത്തെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ലണ്ടനിലേക്ക് ഒളിച്ചോടുന്നത് ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള പരിപാടിയല്ല. കാരണം നാട്ടുകാരെ പൈസ വാങ്ങിച്ച് മൂഞ്ചിപ്പിച്ച് നക്കിയിട്ടുണ്ട്. താൻ എത്രയും പെട്ടെന്ന് വന്ന് താങ്കൾ നാട്ടിൽ പൈസ എല്ലാം സെറ്റിൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങ് പ്രതിഷേധം അങ്ങ് ഉയരും. നാട്ടിൽ വേണ്ട തന്റെ ജ്വല്ലറികൾ കയറിയ ആൾക്കാർ ഐറ്റംസ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങും.
ചുരുക്കി പറഞ്ഞാൽ ആ ജ്വല്ലറികളിൽ ഒരു ഐറ്റംസും ഇല്ല. ഇപ്പോഴും എന്നിട്ട് ഓഫറുകൾ വെക്കുന്നുണ്ട്. ഡയമണ്ടിന് ഓഫർ, ഗോൾഡിന് ഓഫർ. ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് ഇപ്പോൾ തന്റെ ജ്വല്ലറിയിൽ നിന്ന് 1 ഗ്രാം സെയിൽ ഇപ്പോൾ നടക്കാറുണ്ട് എന്ന് ചുരുക്കി ഞാൻ ചോദിക്കുകയാണ്. 1 ഗ്രാം സെയിൽ തന്റെ ജ്വല്ലറികളിൽ നിന്ന് ആൾക്കാർ ആരെങ്കിലും കയറുന്നുണ്ടോ അതിനകത്തോട്ട് പൈസ വാങ്ങിക്കാനല്ലാതെ? എത്ര കേസുകളാണ് തന്റെ പേരിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ? ഇതെല്ലാം തനിക്കറിയാം. അതിനാൽ തന്നെ താൻ മനഃപൂർവ്വം ഈ നാട്ടിൽ നിന്ന് അങ്ങ് മുങ്ങിയതല്ലേ? ബുദ്ധിപരം, വളരെയധികം ബുദ്ധിപരം.